സത്താർ ചിറകുവെച്ച് പറന്നത് ഒരു കുരുന്ന് ജീവന് വേണ്ടിയായിരുന്നു. ആംബുലൻസിന് ചിറകുവെച്ച് പറക്കാനും കഴിയുമോ എന്ന ചോദ്യത്തിന് കഴിയുമെന്ന് സമൂഹം കൂടി വിചാരിക്കണമെന്ന് മാത്രം. അത്തരമൊരു ചിറകുവെച്ച പറക്കലിൽ 55 മിനിറ്റ് കൊണ്ട് ശാസ്താംകോട്ടയിൽ നിന്നും തിരുവനന്തപുരത്ത് SIT ആശുപത്രി വരെ എത്തിച്ച ഒരു കുരുന്ന് ജീവനാണ് പോരുവഴി സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ സത്താർ രക്ഷിച്ചെടുത്തത്. പോലീസും ആംബുലൻസുകാരുടെ കൂട്ടായ്മയും വഴിയൊരുക്കുന്ന ദൌത്യത്തിൽ പങ്കുചേർന്നു. ആരുമറിയാതെ പോകരുത് ഈ മഹത് സേവനം. തിങ്കളാഴ്ച രാവിലെ 10:30-നാണ് SYSന്റെ കാദിസിയ ആംബുലൻസ് ഡ്രൈവറായ സത്താറിന് ഫോൺ കോൾ എത്തുന്നത്. ശൂരനാട് സ്വദേശിയായ സഞ്ജുവിന്റെ 9 മാസം പ്രായമുള്ള ആൺകുട്ടിക്ക് ജന്നി വന്നതായിരുന്നു. ശൂരനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനായിരുന്നു. അവിടെ എത്തിച്ച ഡോക്ടർമാർ അടിയന്തര ചികിത്സ നൽകുകയും കുറെ സമയം കഴിഞ്ഞിട്ടും പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് ഫിറ്റ്സ് വീണ്ടും വരാനുള്ള സാധ്യതയാണ് അവർ പറഞ്ഞത്. ഏകദേശം 12:45 പിന്നെ ഒറ്റപ്പാച്ചിലായിരുന്നു. പോലീസിന്റെയും ആംബുലൻസ് അസോസിയേഷന്റെയും സഹായം വഴിയിൽ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. പോലീസ് ആംബുലൻസിനെ കാത്തു നിൽക്കുന്നതും തടസ്സങ്ങൾ മാറ്റിവിടുന്നതും വലിയ ആത്മവിശ്വാസമാണ് നൽകിയത് എന്ന് സത്താർ പറയുന്നു. ഒടുവിൽ ഏറെ തിരക്കേറിയ ആറ്റിങ്ങലും പിന്നെ കഴക്കൂട്ടവും കുരുന്നു ജീവന് വേണ്ടിയുള്ള പാച്ചിലിൽ വഴിയൊതുങ്ങി. കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ഇതിനിടെ കയറി തുടങ്ങിയിരുന്നു. SITയിൽ എത്തിച്ചപ്പോൾ 110 ആയിരുന്നു കുഞ്ഞിന്റെ താപനില. ഏതു സമയം അടുത്ത ഫിറ്റ്സിനുള്ള സാധ്യത കണ്ട് ഡോക്ടർമാർ ഉടൻ കുഞ്ഞിനെ ഏറ്റെടുത്തു. നേരം കടന്നു. വിവരമന്വേഷിച്ച് ചെന്ന സത്താറിന് യുവ ഡോക്ടർമാർ കൈകൊടുക്കുകയായിരുന്നു. മിനിറ്റുകൾ താമസിച്ചിരുന്നെങ്കിൽ സായിദേവിനെ രക്ഷിക്കാനാവുമായിരുന്നില്ല എന്നും ഡോക്ടർമാർ കൂട്ടിച്ചേർത്തു. മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്ക് അടിയന്തര സാധനങ്ങൾ വാങ്ങി നൽകുകയും ഡീസൽ കാശ് പോലും വാങ്ങാതെയായിരുന്നു ഇദ്ദേഹത്തിന്റെ മടക്കം. സാധാരണ രോഗികളുമായി പോകുമ്പോൾ 1.5 മണിക്കൂറാണ്. എന്നാൽ ഇപ്പോൾ 55 മിനിറ്റ് എടുത്താണ് കുഞ്ഞിനെയും കൊണ്ട് സത്താർ ആശുപത്രിയിലെത്തിയത്. ഇടയ്ക്ക് പോലീസുകാരുടെ വിളി കുട്ടിക്ക് എങ്ങനെ രക്ഷപ്പെടും സാറെന്നും സത്താറിന്റെ മറുപടി. ആംബുലൻസ് ഓടിക്കുന്നതിനിടെ കിട്ടുന്ന അപൂർവമായ തൃപ്തിയുടെ വാക്കുകൾ. ഇദ്ദേഹത്തിന് പ്രസ് മലയാളം TVയുടെ ആശംസകൾ. ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം.